മമ്മീനെ എവിടെയും കാണുന്നില്ലല്ലോ. അയ്യോ മമ്മി, പതുക്കെ പോവാം. നിക്കടാ അവിടെ. നിന്റെ ഉദ്ദേശം ഇപ്പൊ എനിക്കറിയണം. അയ്യോ മമ്മി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ആടാ, നീ ഒന്നും കാണില്ല. ഈ മമ്മി ഇവിടെ കഷ്ടപ്പെടുന്നൊന്നും നീ കാണത്തേയില്ല. നിന്റെ കൂടെ ഫുൾ ടൈം അലമ്പ് കളിച്ച് നടന്നില്ലേ ജെറിൻ, അവന് വരെ ജോലി കിട്ടി, അവൻ സെറ്റിലായി. നീ ഇങ്ങനെ നടന്നോ തണ്ടി തിരിഞ്ഞ്? അത് പിന്നെ ഉണ്ടാവില്ലേ, അവനവന്റെ പപ്പ ഫാമിലി ബിസിനസ്സിന് അവനെയും കൂടെ കൂട്ടി. എനിക്കാരാ ഉള്ളത്? എനിക്കാര് ജോലി തരാനാ? എന്നാലും നീ പരിശ്രമിക്കണായിരുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. മമ്മിയുടെ പറച്ചിൽ കേട്ടാ തോന്നി ഞാൻ ശ്രമിക്കാനിട്ടാന്ന്. എനിക്ക് വേറെ ആരെയും ജോലി എടുത്തു വെച്ചിട്ടുണ്ടോ? വന്നോളൂ മോനി ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ജോലി കിട്ടട്ടെ. എന്നാ നിനക്കൊരു ജോലി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജെറിന്റെ പപ്പ പറഞ്ഞിട്ടൊരു ജോലിയാ. നാളെ അവര് 10 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആര്? ജെറിന്റെ പപ്പയോ? എന്ത് ജോലി? അത് അവർക്കറിയാവുന്ന ഏതോ കമ്പനിയാ. അവിടെ PA ആയിട്ടാ. PA-യോ? അല്ലടാ, നിനക്ക് വേണ്ടി ഞാൻ അവിടുത്തെ CEO പോസ്റ്റ് ഉണ്ടാക്കി തരാം. വേണ്ട മമ്മി, PA എങ്കിൽ PA. നാളെ എപ്പോഴാ പോണ്ടത്? നാളെ ഷാർപ്പ് 10 മണിയാകുമ്പോൾ ആ കമ്പനിയിൽ ചെല്ലണം. അവിടെ ഒരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിനക്ക് നാളെ കഴിഞ്ഞ് ജോയിൻ ചെയ്യും. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്യു അങ്കിളിനെ വിളിച്ചാൽ മതി കേട്ടോ. ആഹാ, എന്ത് നല്ല വലിയ കമ്പനി. എക്സ്ക്യൂസ് മീ. യെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ആക്ച്വലി എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, PA പോസ്റ്റ്. ഓക്കെ, സാറിൻ്റെ പേരെന്തായിരുന്നു? അലക്സി സാമുവൽ. ഓക്കെ സർ, സ്ട്രൈറ്റ് പോയി ലെഫ്റ്റിൽ ഫസ്റ്റ് റൂമിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. സർ അങ്ങോട്ട് ചെന്നോളൂ. ഓക്കെ, താങ്ക് യു. അലക്സി, മാത്യു അങ്കിളോ? ഇന്റർവ്യൂവിന് ഞാൻ ഫെയിൽ ആവുമോ? അങ്ങനെയൊന്നും ഇല്ലടാ, നിന്നെ ഓൾറെഡി സെലക്ട് ചെയ്തു. ഇത് ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട് ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. നീ ജസ്റ്റ് കയറി കണ്ടിട്ട് ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി. വേറെ പ്രൊസീജിയർ ഒന്നുമില്ല. ജോയിൻ ചെയ്യാൻ നാളെ തൊട്ട്. ഓക്കെ ഓക്കെ. Lexi, you're so cute. Can I kiss you? Uh-huh.
ഹലോ, ഗുഡ് മോർണിംഗ് അലക്സി. ഹലോ, ഗുഡ് മോർണിംഗ്. ആരായിരുന്നു? ഓ, അലക്സി ഇന്നലെ എന്നെ കണ്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഐ എം ജെന്നിഫർ. ജെന്നി എന്ന് വിളിച്ചാൽ മതി. ഞാൻ ലീവിന് പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ അലക്സിനെ എടുത്തിരിക്കുന്നത് ആ പോസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ. എന്തിനാ അത്ര നെർവസ് ആവുന്നത്? പേടിക്കണ്ട, സർ ഭയങ്കര കൂളാണ്. അതാ ആ സ്ട്രൈറ്റ് കാണുന്ന റൂമാണ് സാറിൻ്റെ റൂം. കയറിക്കോളൂ. അല്ല, അപ്പോൾ ജെന്നി വരുന്നില്ലേ? നോ, ഞാൻ കുറച്ച് തിരക്കില്ല. അലക്സി പൊക്കോളൂ. അയ്യോ, ഒറ്റയ്ക്ക് പോണോ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആദ്യത്തെ കാണലെ തന്നെ സിയെനെ ഞാൻ എൻ്റെ പോക്കറ്റിലാക്കും. നോക്കിക്കും. മേ കമിൻ? റയാൻ, നീ എന്താ ഇവിടെ? ദിസ് ഇസ് മൈ കമ്പനി ആൻഡ് ഐ ആം ദ സിഇഒ. ദൈവമേ, പെട്ടെന്ന് ഈ കമ്പനി ഒന്ന് പിളർന്ന് താഴെ പോയിരുന്നെങ്കിൽ. ഈ ജെറിൻ ഇതവിടെ പോയി കിടക്കുക എന്നോട് നിർത്തിയിട്ട്. ലെക്സി, എന്നെ ഒരുത്തൻ തല്ലി. കോളേജിന്റെ ഫസ്റ്റ് ഡേ തന്നെ ആയിട്ട് നീ എന്താടാ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ അവനൊന്നും ചെയ്തില്ലടാ. അവൻ എന്നെ വന്നിട്ട് ചുമ്മാ തല്ലിയിടാ. ഏതാവൻ? വാ, ഞാൻ കാണിച്ചു തരാം. ദാ ആ നിൽക്കുന്ന പൂച്ചേനെ പോലെയുള്ള മുഖമുള്ളവനില്ലേ, അവൻ എന്നെ തല്ലിയത്. ചോദിക്കടാ, ചോദിക്ക്. ദാ നീ എന്ത് നോക്കിക്ക? തല്ലവനെ. Stop it. What's going on here? You two, come to my office right now. എന്തായിരുന്നു രണ്ടുപേരും? കോളേജ് തുറന്നപ്പോൾ തന്നെ അടിയാണോ? സർ, ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒന്നും ചെയ്തിട്ടില്ല. ഇവനാണ് വന്നിട്ട് ഇങ്ങോട്ട് തല്ലുണ്ടാക്കിയത്. പിന്നെ പഞ്ചപാവങ്ങൾ ചുമ്മാ തല്ലുണ്ടാക്കി എനിക്ക് എൻ്റെ ഭ്രാന്താണ് ആണെന്നാ തോന്നുന്നത്. ഡാ, നിർത്തിക്ക രണ്ടുപേരും. ഇനി എങ്ങാനും നിങ്ങൾ തമ്മിൽ പരസ്പരം അടിയുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ ബാക്കി ഞാൻ അപ്പോൾ പറയാം. രണ്ടുപേരും ക്ലാസ്സിൽ പോകാൻ നോക്കും. ഇനി എപ്പോഴാണ് അടുത്തത്? അറിയിക്കാം, വന്നാ മതി. ഓ, ആയിക്കോട്ടെ. എന്തായടാ, എന്തായി? ഡിസ്മിസലാണോ? ഡിസ്മിസലല്ല, ഞാൻ പറയുന്നില്ല. നീ ഒറ്റടുത്ത കാരണം ഇതെല്ലാം ഉണ്ടായത്. വഴക്ക് പറയില്ലടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓ, ഒന്നും ചെയ്യാത്തൊരു പഞ്ചപാവം വന്നിരിക്കുന്നു. അല്ലെങ്കിലും നിന്നോട് ആരാ പറഞ്ഞത് അവനെ തല്ലാൻ? ഞാൻ നിന്നോട് കണ്ടമ്പൂച്ചനെ തല്ലാനല്ലേ പറഞ്ഞത്. നീ എന്നത്ര മറ്റവനെ തല്ലിയത്? എനിക്കറിയില്ല. അവനെ കണ്ടപ്പോൾ തല്ലണം പോലെ തോന്നി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഭവിക്കേണ്ട സംഭവിച്ചില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ?
നീ ഇനി ഒന്നും ചെയ്യണ്ട. നീ ഒന്നും ചെയ്യാതിരുന്നാൽ തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ട് എന്താ അങ്ങേര് നിന്നോട് പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, ഒന്ന് വാൺ ചെയ്ത് വിട്ടു, അത്രേ ഉള്ളൂ. അയ്യോ, എന്ത് സുന്ദരമായ മുഖത്ത് അവനെ അടിയടിച്ചത്. ഇനി ഇതൊക്കെ ഉണങ്ങാൻ എത്ര കാലം എടുക്കുവാവോ? ഇതാ ഇവനെ, അവൻ്റെ പേരെന്താ? റയാൻ ഫിലിപ്പ്. വലിയ പുള്ളിയാ. എന്ത് വലിയ പുള്ളി? ഈ കോളേജ് എന്താ അവൻ്റെ അപ്പൻ്റെ വകയാണോ? അതെ അതെന്നെ, ഇതെല്ലാം അവൻ്റെ ഡാഡീൻ്റെ, ഫിലിപ്പ് സാറിൻ്റെ. പുള്ളിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡൊണേഷൻ കൊടുക്കുന്ന ആൾ. ആക്ച്വലി നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ബ്ലോക്കില്ലേ, ഇത് ഈ അടുത്ത് ഈ പുള്ളി ഡൊണേഷൻ കൊടുത്തുണ്ടാക്കിയതാണ്. ഭാഗ്യം. ഞാൻ അവളോട് കുറച്ച് മുമ്പ് ചോദിക്കാൻ നിന്നാ ഇതെല്ലാം നിന്റെ വകയാണോന്ന്. ജസ്റ്റ് മിസ്. ആ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാണം കിട്ടി ചമ്മി നാറിപ്പോയേനെ. യു ഡൺ എ ഗ്രേറ്റ് ജോബ്. ഓടാ അവിടുന്ന്. സത്യം പറ ജെറി, നീ എന്താ അമ്മമാരുടെ അടുത്ത് നിന്നിട്ട് ചെയ്തത്? ചുമ്മാ അതെന്തായാലും അമ്മമാർ തല്ലില്ല. നീ എന്തോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. അലക്സി, നീ എന്നെ? അതേടാ, അലക്സ് തന്നെയാ. സത്യം പറഞ്ഞു, ഇന്നെന്താ അവിടെ നടന്നേ? ഇടം, ഞാൻ ക്യാൻറ്റീനിലൊന്ന് പോയപ്പോൾ അവിടെ കുറച്ച് പെൺപിള്ളേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കുറച്ച് മോഡേൺ അല്ലാത്തതുകൊണ്ട് ഇച്ചിരൂടെ മോഡേൺ ആയിട്ട് വരാനൊന്ന് പറഞ്ഞു. അതിത്ര വലിയ തെറ്റാണോ? ഈ വഷളെ ചുമ്മാതാണോ അവന് എടുത്തിട്ടടിച്ചത്? എനിക്ക് വയ്യ നിന്നെ കൊണ്ട്. ഇനി ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും ഇവിടെ? ഞാൻ അതിന് മാത്രം ഒന്നും മിണ്ടരുത്. നീ വാ തുറക്കരുത്. പെൺപിള്ളേരുടെ മുന്നിൽ വാ എപ്പോഴും അടങ്ങിയിരിക്കണം നിന്റെ. ഒന്നും ഉണ്ടാവില്ല. നിന്റെ ഈ ടാറ്റും കാണുമ്പോൾ തന്നെ എല്ലാരും പേടിച്ചു നോക്കോളും. പിന്നെ ടാറ്റു കൊണ്ടാ പേടിച്ചു? ഈ ടാറ്റുവിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാന്ന് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ആദ്യത്തെ അവൻ്റെ ഒരു ഒറ്റ അടി കിട്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എനിക്ക് ബോധം പോകുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിടിച്ചു നിന്ന് 2 അടി കൊടുത്തതാ. അല്ലെങ്കിൽ നാണം കിട്ടുപോയനെ. എന്നാ ഒടുക്കത്തെ ശക്തി അവന്. ആ ശരീരത്തിൽ അത്ര ഉണ്ടെന്ന് കാണത്തില്ലെങ്കിലും കയ്യിൽ നല്ല പവറുണ്ട്. ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് അടുത്ത അടിയിലെല്ലാം ശരിയാക്കാം. ആടെ ഞാനിവിടെ ടൂർണമെന്റ് നടത്തുകയാണല്ലോ. ഇത് നിന്റെ ഈ കോളേജിലെ ആദ്യത്തെ അവസാനത്തെ പ്രശ്നമായിരിക്കണം. ഇനി എങ്ങാനും പ്രശ്നം കൊണ്ട് വന്നാ നിന്നെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കും. എടാ ചങ്കി കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലേടാ. ആടാ ഞാൻ പറയുന്നേനാ, നീ കാണിക്കുന്നതിനൊരു കുഴപ്പമില്ല. ഓക്കെ, ഇത് അവസാനത്തെ. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ഏതാടാ അവൻ? ജെറിൻ, അങ്ങനെ എന്തോ അവൻ്റെ പേര്. അയ്യേ, അവനെ അല്ല. അവന് കൂടെ വന്നില്ലേ അവൻ്റെ പേരെന്താ? ഓ അവൻ്റെ പേരെന്തോ ഒരു സോപ്പിൻ്റെ പേരാ. ലെക്സോ ഡവോ അങ്ങനെ എന്തോ. ഡവോ ഒന്നുമല്ല, അലക്സി എന്ന അവൻ്റെ പേര്. ലെക്സി എന്ന് എല്ലാവരും അവനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അവനെ നിനക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ വരുന്ന സമയത്ത് കുറച്ച് പെൺപിള്ളേർ പറയുന്ന കേട്ടതാ. ഒരു ടാറ്റു ഉള്ളൊരു പയ്യൻ വന്നിട്ടുണ്ട്, അവൻ്റെ പേര് അലക്സി എന്നാന്നൊക്കെ. അങ്ങനെ എനിക്ക് മനസ്സിലായത് അവന്. എന്ത്? അല്ല, ക്ലാസ് കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞതാ. ഫസ്റ്റ് ഡേ തന്നെയല്ലേ. എന്താടാ നീ ഇപ്പൊ ചെയ്തിട്ട് വന്നിരിക്കുന്നേ? ഞാനൊന്നും ചെയ്തില്ല. ഡാ, നിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഫ്രണ്ടിനോട് പറഞ്ഞേക്ക് മര്യാദയ്ക്ക് എന്നോളെ, അല്ലെങ്കിൽ അവനെ തെക്കോട്ട് എടുക്കും ഞങ്ങള്. നീ ആദ്യം നിന്റെ ഫ്രണ്ട്സിനെ നോക്കാൻ നോക്ക്.
എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തെക്കോട്ടെടുക്കാൻ വന്നിരിക്കുന്നു. പെൺപിള്ളേരോട് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടൊന്നൊന്നുമില്ല. ഇനി നീ എങ്ങാനും അവളുമാരോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ നീ രണ്ടു കാലം നടക്കത്തില്ല. അതൊക്കെ പറയാൻ നീ ആരടാ? നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം എന്താ? പറയൂ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? പറയണ്ട. ദുരുദ്ദേശം അതാണെന്ന് എനിക്ക് മനസ്സിലായി. അറിയാലോ, പിന്നെന്തിനാ ചോദിക്കാൻ നിൽക്കുന്നത്? എന്തെങ്കിലും പൊരിയടിയായിരുന്നോ? കോളേജ് അന്ന് തുടങ്ങിയ അടിയാ നിങ്ങൾ തമ്മിൽ. ഇതുവരെ നിർത്താനായിട്ട് 3ാമത്തെ വർഷമല്ലേ ഇത്? അറ്റ്ലീസ്റ്റ് അടുത്ത ആഴ്ച നടക്കുന്ന ആർട്സ് നിങ്ങളുടെ അവസാന പ്രോഗ്രാമാണെന്നെങ്കിൽ ഓർത്തിട്ട് ഒന്ന് മര്യാദയ്ക്ക് പെരുമാറാൻ നോക്കുന്നു. എൻ്റെ ഒരു അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി. പ്രത്യേകിച്ച് അലക്സി, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, കേട്ടല്ലോ? അതെന്താ എനിക്ക് മാത്രം ഒരു പ്രത്യേകത? ഇവനെന്താ ഇതൊന്നും ബാധകമല്ലേ? അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോ വേണമെങ്കിലും പുറത്താക്കൂലേ? കാശുള്ളവന് ഇവിടെ എന്ത് ചെയ്യാലോ? വേറെ പേടിക്കൊന്നും വേണ്ട. ഈ അച്ഛന് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇവനായിട്ടൊന്നും തുടങ്ങി വെച്ചില്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഹലോ ഹീറോ, എന്താ പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പറയാൻ താല്പര്യം പറയണ്ട. പിന്നെ പ്രോഗ്രാമിന് എൻ്റെ വക ഒരു പാട്ടുണ്ട്. അതിനിപ്പോൾ ഞാനെന്താക്കാനാ? അത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓ, പറഞ്ഞ നന്നായി. ഇനി ആ പരിസരത്തേക്കേ വരണ്ടല്ലോ. ഓ, അങ്ങനെയാണോ? ആ, അങ്ങനെ തന്നെ. നീ ഇങ്ങനെ വാശി പിടിച്ച ഭാവിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? എന്ത്? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓ, നമ്മളൊന്നും പറഞ്ഞില്ല. എവിടെ പോവാൻ നിൽക്കുന്നല്ലേ കേട്ടെ? പൊക്ക. നീ എന്തിനാ പൊക്കോളം പറയുന്നേ? എനിക്കറിയാൻ പോവാൻ. നിന്റെ അനുവാദം എനിക്ക് വേണ്ട. പിന്നെ ഈ ഭരിക്കലൊക്കെ ഉണ്ടല്ലോ, അത് നീ വേറെ ആളുടെ അടുത്തെടുത്താൽ മതി. എനിക്ക് വേറെ ആരും ഇല്ലല്ലോ, അതാ നിന്റെ അടുത്ത് കാണിക്കുന്നത്. ഓ, കോളേജിൽ കുറേ പിള്ളേരുണ്ടല്ലോ. കോളേജിൽ എന്തോ ഒരു പിള്ളേരുണ്ടായിട്ടെന്താ? എനിക്ക് സ്നേഹിക്കാനും വഴക്കുണ്ടാക്കാനും നീ മാത്രമല്ലേ ഉള്ളൂ? ഈ സ്നേഹിക്കാൻ വന്നിരിക്കുന്നവൻ പടാ. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു, മിഴിയിൽ നീ അകലെ, എൻ കണ്ണിൽ കണിയായി. मैं आशिक हूँ, आवारा हूँ, अनजाना हूँ, दीवाना
ജെറിനെ ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എവിടേക്ക്? എന്നെ കൂടാ നീ എങ്ങോട്ടാ? അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, സീക്രട്ടാ. ഹലോ സാർ, ഇന്നെന്താ മൗനവ്രതത്തിലാണോ? റയാൻ, ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനല്ലായിരുന്നു. ഓ, സീരിയസ് ആണല്ലോ. റയാൻ, വഴിന്ന് മാറ്. വഴിന്ന് മാറണമെങ്കിൽ പറ. എങ്ങനെയുണ്ടായിരുന്നൊരു പാട്ട്? പറയാതിരിക്കാൻ വയ്യ, നല്ല ബോറായിരുന്നു. ഓ, എന്നിട്ടാണോ നിന്റെ രണ്ട് ഉണ്ടക്കണ്ണ് വെച്ചിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്? അത് പിന്നെ പാട്ട് പാടുമ്പോൾ പിന്നെ അതല്ലേ നോക്കുക. അതിനങ്ങനെയൊക്കെ അറിയാൻ നോക്കുക. അതിന് എൻ്റെ നോട്ടത്തിന് എന്താ പ്രശ്നം? ഞാൻ സാധാ പോലെ നോക്കിയത്. ആ, അതാണോ സാധാ പോലെ? നീ വഴിന്ന് മറിക്ക. ഓ, അപ്പോഴേക്കും റയാനൊക്കെ മാറി റേ ആയോ? ഗുഡ്. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ നീയുമായിട്ടൊരു പ്രശ്നത്തിന് ഞാനില്ലാന്ന്. ഇനി എന്താ? നിനക്കും അത് തന്നെയല്ലേ വേണ്ടത്? അത് തന്നെയായിരുന്നു വേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാനാ, അടി ഉണ്ടാകാതിരിക്കുമ്പോൾ എനിക്കെന്തോ ബോറടിക്കുന്നു. നിനക്കെന്താ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോ? മാറിക്കടാ. ഓ, പോയോ? ലെക്സി, നിങ്ങളെന്താ അവിടെ സംസാരിച്ചോണ്ടിരുന്നേ? ഒന്നുമില്ല, നീ കയറ്, നമുക്ക് പോവാം. അലക്സി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് പൊക്കെ. എക്സാമിൻ്റെ സമയത്താണോ അടി ഉണ്ടാക്കാൻ വരുന്നത്? അതല്ല, ഞാൻ ജെറിൻ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. വാ പോവാം. റയാൻ എന്താ അവിടെ നിൽക്കുന്നേ? എനിക്കറിയാം, എന്തെങ്കിലും പറഞ്ഞ് ചൊറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങ് പോകും. കോളേജിൽ അവസാന ദിവസമായിട്ട് അടി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. നീ കയറ്, നമുക്ക് പോവാം. What's wrong with you? നീ എന്താ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്? റയാൻ, what? Sorry. Alexi, right? Make me a coffee. എന്താ ഇംഗ്ലീഷ് അറിയില്ലേ? കോഫി ഉണ്ടായിക്കൊണ്ട് വരാൻ. ഉണ്ടാക്കാനോ? എവിടുന്ന്? അത് തനിക്ക് ഞാൻ പറഞ്ഞു തന്നോ? പുറത്തുള്ള ആരോടെങ്കിലും ചോദിക്കണോ?
ഇതാ കോഫി. ഒരു കോഫി ഇടാൻ ഇത്ര സമയം? നീ എന്താ കോഫി പൗഡർ ഉണ്ടാക്കാൻ പോയതായിരുന്നോ? അത് ഇപ്രാവശ്യത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല, ആദ്യം ആയതുകൊണ്ട്. ഇനി ഇതിങ്ങനെ ആവർത്തിക്കാൻ നിൽക്കരുത്. ഓക്കെ. അയ്യ, അവൻ ആരെന്നാ അവൻ്റെ വിചാരം? അംബാനിയോ? ഒരു കോഫി ഇടാൻ ഇച്ചിരി ലേറ്റായി എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയേണ്ട ആവശ്യമൊന്നും അവനില്ല. ക്ഷമിക്കുക ഞാനല്ല, ഈ ജോലി എനിക്ക് അത്ര അത്യാവശ്യമായിപ്പോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്തിനാണ് നീ ആ പയ്യനെ വഴക്ക് പറഞ്ഞ്? പപ്പ എന്താ ഇപ്പൊ ഇവിടെ? ആ, ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങിയത് ഇങ്ങോട്ട്. അപ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയത്. എന്താ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. നീ ഇതൊന്നും കാണിക്കില്ലെന്ന് എനിക്കറിയില്ലേ. ഈ കമ്പനിയിൽ എന്തോ ഒരു മിസ്റ്റേക്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ആ ജെന്നിഫർ തന്നെ നിന്റെ PA ആയിരുന്നവള്. അവളെ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. എന്നിട്ടും നീ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ കയറി വന്ന ഇവനെ നീ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അതൊന്നുമില്ലെന്നേ, പണ്ടത്തെ കോളേജ് കാലം ഒന്ന് അയവിറക്കാന്ന് വിചാരിച്ച് ചെയ്തതാ, ഒരു രസത്തിന്. അത്രേ ഉള്ളൂ. എന്നിട്ട് അവൻ എപ്പോഴാ വീട്ടിൽ കൊണ്ടുവരുന്നത്? ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ. അത്രയ്ക്കൊന്നും ആയിട്ടില്ല, ആകുമ്പോ ഞാൻ പറയാം. പെട്ടെന്ന് വളയ്ക്കാൻ നോക്ക്, അല്ലെങ്കിൽ വേറെ ആരെയും കുത്തിക്കൊണ്ടു പോകും. എന്നാ ഞാൻ ഇറങ്ങി. അവൻ എന്നെ ദ്രോഹിക്കുവാടാ, അവൻ ഇഞ്ചിഞ്ചായി എന്നെ ദ്രോഹിക്കുക. പണ്ടത്തെ പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുവാടാ. എന്നെ അവിടെ പണിയെടുപ്പിച്ച് അവൻ കൊല്ലൂടാ. ആര്? റയാനോ? അപ്പം നിനക്ക് അറിയായിരുന്നുല്ലേ അവൻ അവിടെയാണെന്ന്? പിന്നെ നീ എന്താടാ എന്നെ അത് അറിയിക്കാതിരുന്നത്? നിന്റെ പപ്പ ഒരു ജോലി കൊണ്ട് വരികയെന്ന് പറയുമ്പോൾ നിനക്കറിയായിരുന്നല്ലോ അവനാണെന്ന് അവിടെ. എന്നിട്ട് എന്താ നീ എന്നെ അറിയിക്കാതിരുന്നത്? നീ മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേടാ ചെയ്തത്? ഇത് മനഃപൂർവ്വമല്ല, പിന്നെ നിനക്കൊരു ജോലി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് ഞാനങ്ങ് കണ്ണടച്ചു. പണ്ടത്തെ വൈരാഗ്യം വെച്ചിട്ട് അവനിപ്പോൾ പെരുമാറുന്നത് ഞാൻ അറിഞ്ഞോ? കണ്ടാൽ അവൻ ഡീസൻ്റ് പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. ഡീസൻ്റോ? അവനോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ എൻ്റെ ചോര ഊറ്റി കുടിച്ച് എൻ്റെ മാംസമെല്ലാം തിന്ന് തീർക്കും. പോടാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, ഈ അടുത്ത് തന്നെ അതുണ്ടാവും. നീ എൻ്റെ ബോഡി കമ്പനിയിൽ നിന്ന് കളക്ട് ചെയ്യണം. പിന്നെ എൻ്റെ മമ്മിയോട് പറയണം ഞാൻ മമ്മിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന്. ഇടാ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? തീർന്നിട്ടാ, എല്ലാം തീർന്നു. അവൻ്റെ മുന്നിൽ ഇങ്ങനെ സാറെന്ന് പറഞ്ഞ് ജീവിക്കാൻ എനിക്ക് വയ്യടാ. ഞാനങ്ങ് റിസൈൻ വെച്ചാലോ? എന്നിട്ട് കോമ്പൻസേഷൻ ആര് കൊടുക്കും? അത് മാത്രം ഓർത്തിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഇറങ്ങി പോന്നേനെ. ആരായിരുന്നു? ഞാൻ അലക്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഓ ആണോ? കയറി കയറി. മമ്മി അലക്സി എന്ത് ചെയ്യേ? മമ്മീന്ന് വിളിക്കാലോ അല്ലേ? ഓ, മോൻ ഇഷ്ടമുള്ള വിളിച്ചാൽ മതി. അവൻ റൂമിൽ ഉറങ്ങുക, ഇതുവരെ എണീച്ചില്ല. ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണ് വന്നത്. ആ ജെറിൻ്റെ കൂടെ കറങ്ങാൻ പോയതാണെന്ന് തോന്നുന്നു. ആണോ?
നീ എന്താ ഇവിടെ? അല്ല, സാർ എന്താ ഇവിടെ? അല്ല, നീ എന്തിനാ അവനെ സേർന്ന് വിളിക്കുന്നേ? നിങ്ങൾ കോളേജ് മീറ്റ്സ് അല്ലേ? അത് മമ്മി, ഞാൻ ഇവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇവൻ്റെ PA ആയിട്ട്. ഓ ആണോ, നല്ല മോൻ. ചെറു പ്രായത്തിലെ ഒരു കമ്പനി നോക്കി നടത്താന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല. മോൻ കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? ബാ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. ഞാനൊന്നും കഴിച്ചിട്ടില്ല മമ്മി. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം, ഞാനും കഴിക്കാം. മമ്മി? നിന്റെ മമ്മി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ മമ്മിയല്ലേ? അങ്ങനെയൊന്നുമല്ല, എൻ്റെ മമ്മി എൻ്റെ മാത്രം മമ്മിയാണ്. അയ്യോ, നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് എന്നോട് സ്നേഹം പൊട്ടി പുറപ്പെട്ടത്? അവൻ എന്നെ മമ്മീന്ന് വിളിച്ചോട്ടെ, നീ വിളിച്ചോടാ. മമ്മി നിന്ന് കിടങ്ങാതെ വന്ന് ഭക്ഷണം കഴിക്കടാ. എന്താന്ന് രാവിലെ തന്നെ എന്താ എൻ്റെ വീട്ടിലേന്ന്? ഓ, അത് ഞാനങ്ങ് മറന്നു. നീ പെട്ടെന്ന് ഡ്രസ്സ് മാറ്, നമുക്കൊരിടം വരെ പോകാനുണ്ട്. എന്തിന്? എവിടേക്ക്? ഞാൻ ഇന്ന് ലീവാ. അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി. പിന്നെ നിനക്ക് ഞാൻ ലീവൊന്നും തന്നിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ 24 hours നീ ഉണ്ടായിരിക്കണം, അതാണ് നിൻ്റെ ജോലി. 24 hours ഉണ്ടാവാൻ ഞാനതാ ഇയാളുടെ ഭാര്യ. എന്താ പറഞ്ഞേ? അല്ല, പെട്ടെന്ന് ഡ്രസ്സ് മാറണമെന്ന് പറയായിരുന്നു. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ താൻ പുറത്തു പോയി നിന്നേ. എന്തായാലും ഇതൊക്കെ ഞാനൊരു നാൾ കാണും. പിന്നെ നീ എന്തിനത്ര ഷൈ ആവുന്നേ? വായി തോന്നി വിളിച്ച് പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പുറത്തു പോക്കേ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ചുമ്മാ കളിക്കല്ലേ? ഐ എം സീരിയസ്. ഓ ആണോ? ഓക്കെ. ഓക്കെ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഭാഗ്യം കൺട്രോൾ പോയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ നിന്ന് പോയനെ. ഇതാക്കി വണ്ടി എടുക്കാം. അയ്യോ, എനിക്കിത് ലൈസൻസ് ഇല്ല. പിന്നെ നിനക്ക് എന്താ ഉള്ളേ? എനിക്ക് ബൈക്കുണ്ട്. കയറ്. ഇതിപ്പോൾ അവൻ എൻ്റെ ബിയാണോ അതോ ഞാൻ അവൻ്റെ ബിയാണോ? നമ്മൾ എത്താനായ സ്ഥലത്ത് എത്താനായി. ഇപ്പോൾ എത്തും. നമ്മളെന്താ ഇവിടെ? ഇവിടെ എനിക്കൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട്. വാ. തിയേറ്ററിലോ? ഏത് ക്ലയൻറ്റ്? അതൊക്കെ ഉണ്ട്. നിനക്കെല്ലാ ക്ലയൻറ്റിനെ അറിയോ? ഇല്ലല്ലോ.
അയ്യോ, ക്ലയൻ്റ് ഒന്നും വരുന്നില്ല എന്ന്. എന്തായാലും നമ്മൾ ഇവിടെ വരാമെന്നല്ലേ. പുതിയൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ടിട്ട് പോവാം. ഞാനെങ്ങും ഇല്ല മൂവി കാണാനും, തനിയങ്ങ് പോയി കണ്ടാൽ മതി. ഓക്കെ, ഞാനെന്തായാലും സിനിമ കാണാൻ കയറുക. 2 ടിക്കറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ വരുന്നവരെ നീ പുറത്ത് ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. പോയോ? അല്ല, അല്ലെങ്കിൽ ഞാനും വരാം. എന്തേ പെട്ടെന്നൊരു മനംമാറ്റമൊക്കെ? അല്ല, വെറുതെ എന്തിനാ ടിക്കറ്റിൻ്റെ പൈസ കളയുന്നേ? അതുകൊണ്ട് ഞാനും കൂടി വരാം കാണാൻ. കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ ടിക്കറ്റ് ആർക്കെങ്കിലും ബ്ലാക്കിൽ വിട്ടോളാം. എന്തിന്? പോലെ തന്നെ ഇനി ഇപ്പം ആര് വാങ്ങിക്കാനാ? പടം തുടങ്ങാനായി. വാ, പെട്ടെന്ന് വാ. ഇനി എങ്ങോട്ടാ? 1:30 ക്ലൈൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഇനി അവിടേക്ക് പോവാം. സർ, എന്തായിരുന്നു ഓർഡർ ചെയ്യുന്നത്? ഒരു മന്തിയും ഒരു പൈനാപ്പിൾ ജ്യൂസും പെട്ടെന്ന് എത്തിക്കണം കേട്ടോ. സാറിന് എന്തായിരുന്നു? സെയിം. അല്ല, 1:30 ക്ലയൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് ക്ലയൻറ്റിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഓ, അത് നീ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. സോറി, വിശന്നപ്പോൾ എനിക്ക് കണ്ണ് കാണാണ്ടായി, അതുകൊണ്ട് ഞാനതേപ്പറ്റി ഓർത്തില്ല. എന്നിട്ട് അവരെന്തി? 2 മണിയായല്ലോ. അവർക്കെന്തോ ഇന്ന് തിരക്ക്, അതുകൊണ്ട് ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. അത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നീ എന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നത്? ഞാനാണോ അത് ക്യാൻസൽ ചെയ്തത്? ഇവിടെ ക്ലയന്റ് ഉണ്ടോ? ഇവിടെ ക്ലയന്റ് ഒന്നുമില്ല. ഇത് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. എനിക്ക് പറ്റില്ല ഇതിനൊന്നും. ഞാനെന്റെ വീട്ടിൽ പോവാ. എങ്ങോട്ട് പോവാൻ? പി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാമോ? ആ, കുഴപ്പമില്ല. ഇതോ? ആ, ഓക്കെ. അപ്പൊ ഇതോ? ആ, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പോവാം. ആണോ? രസമുണ്ടോ? അന്ന് ഒരു ഡ്രസ്സും കൂടി നോക്കാം. ഇവനിത് എടുത്ത് തീരുന്നില്ലേ. ഇതെങ്ങനെയുണ്ട്? ആ, വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് തന്നെ എടുക്കാം. ഇനി നിന്റെ ഡ്രസ്സിങ് സെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ്സ് യുവർ ടൈം. എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട. അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാൻ പറയുന്നത് കേട്ടാ മതി. പോയി ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് വാ. നീ കത്തന്റെ പുറകെ നിന്നാ ഞാൻ എങ്ങനെ കാണോ?
ക്യൂട്ട്. ഇത് മതിയില്ലേ? വേറെ ഡ്രസ്സൊന്നും ഇടണ്ടല്ലോ? ഇതത്ര പോരാ, വേറെ ഡ്രസ്സ് എടുത്തിട്ട് വാ. ഇതോ? ഓ മൈ ഗോഡ്, സോ ക്യൂട്ട്. ഇതും അത്രയ്ക്ക് പോരാ, വേറെ ഡ്രസ്സ് എടുത്തിട്ട് വാ. കൊള്ളാം, എന്നാലും അടുത്ത ഡ്രസ്സും കൂടി ഇട്ടിട്ടോ. ഇതോ? എന്താ ഇത്? ഇതിന് ബനിയനൊന്നും ഇല്ലേ? ഇതൊക്കെ ഇപ്പത്തെ ഫാഷനാ. എന്ത് ഫാഷൻ? നമുക്കിതൊന്നും വേണ്ട. കാണിക്കാൻ പാടില്ലാത്തൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നതാണല്ലോ ഫാഷൻ. നീ പെട്ടെന്ന് ഡ്രസ്സ് കൂടി ഇട്ടിട്ട് വന്നേ. നമുക്ക് വേറെ നല്ല ഷോപ്പിൽ പോവാം. ഇതൊക്കെ ആരാണോ ഉണ്ടായിക്കൊണ്ട് വെച്ചിരിക്കുന്നത്? മനുഷ്യന്റെ കൺട്രോള് കളയാൻ വേണ്ടിയിട്ട്. വാ, നല്ല ബീച്ച്. ഒന്ന് ഇറങ്ങി കണ്ടിട്ട് പോവാം. ഇവിടെ ഏത് ക്ലയന്റാ ഉള്ളേ? നീ ഇറങ്ങ, വാ. ശീതൾ, എന്താ സർ? ഞാൻ ചോദിച്ച ഫയൽസ് എല്ലാം റെഡിയായോ? നോ സർ. ഹാഫ് ആൻ അവറിനുള്ളിൽ എൻ്റെ ടേബിൾ ആ ഫയൽ ഉണ്ടായിരിക്കണം. യെസ് സർ. അലക്സി, കം ടു മൈ റൂം. അയ്യോ, ഇനി എന്താണാവോ? എന്തായിരുന്നു പുറത്ത്? എന്താ സർ? ജോലി ചെയ്യാൻ വന്ന ജോലി ചെയ്യണം, അല്ലാതെ കണ്ട പെമ്പിളോട് സംസാരിച്ച് സമയം കളയാനല്ല നിനക്ക് ഞാൻ സാലറി ഇടുന്നേ. ശോ, അത്ര വേണ്ടായിരുന്നു, ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ചെറിനെ അവനെന്നെ വഴക്ക് പറഞ്ഞടാ, അവനെന്നെ കരയിപ്പിച്ച്. ഇതിന് ഞാൻ അവനോട് ക്ഷമിക്കൂല. നിന്നെ കരിപ്പിച്ചു അവൻ. എന്നാ അവന് വെറുതെ വീഴരുത്. അവനോട് നീ ക്ഷമിക്കുകയും ചെയ്യരുത്. ക്ഷമിക്കില്ല, ഞാൻ ചത്താലും ക്ഷമിക്കൂല അവനോട്.
വേഗം നോക്കടാ ചെറിനെ, അവനെ പോലെ തന്നെ ഒരുത്തനതാ നിൽക്കുന്നു. എഴുത് അവനെ പോലെ ഒരുത്തനല്ല, അവൻ തന്നെയാ. അല്ല അല്ല അല്ല, ഇത് അവനല്ല, ഞാൻ വിശ്വസിക്കില്ല. അലക്സി, ഓ ബോധം പോയോ? നീ എന്താ അവനോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ പറഞ്ഞത് അവന് വിഷമമായി എന്നാ തോന്നുന്നു. പണ്ടത്തെ കോളേജിലെ വിഷു വെച്ച് നീ അവനോട് പ്രതികാരം ചെയ്യരുത്. ആക്ച്വലി അവനങ്ങനെ ദുഷ്ടനൊന്നുമല്ല, പാവമാ. ജഗനെ എന്നാ നീ പൊക്കോ, ഞാനിവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം. അല്ല, അത് വേണോ? അവനറിഞ്ഞ അത് വേണം. അവൻ അറിഞ്ഞാലൊന്നും പറയാൻ പോകുന്നുണ്ട്, നീ പൊക്കോ പ്ലീസ്. അവനെ കൊല്ലരുത്, എനിക്ക് ആകെയുള്ള ഫ്രണ്ടാ. ആ, അത് ഞാനൊന്ന് ആലോചിക്കാം. ഒന്ന് പൊക്കേടാ, ഞാൻ അവനൊന്നും ചെയ്യില്ല. നീ എന്താ എന്റെ വീട്ടില്? കണ്ണ് തുറന്ന് ചുറ്റും നോക്ക്, ഇതെന്റെ വീടാ. അത് ശരിയാ, ഞാനെന്താ നിന്റെ വീട്ടില്? ആക്ച്വലി നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ടുപോകാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാ. ഇനി വിരുന്നിന് വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോകാം. എന്ത്? റേ, ഞാൻ എന്തൊരു സമയം താഴേന്ന് വിളിക്കുന്നു. ഇവൻ എണീച്ചോ? അലക്സി അല്ലേ? വരൂ, താഴേക്ക് വാ, നമുക്ക് ചായ കുടിക്കാം. മമ്മി, ഞങ്ങൾ വരാം. മമ്മി നടന്നു. നീ എന്താടാ അവനെ കാണിച്ചേ? അവനെന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല, മമ്മി പൊക്കോ, ഞാൻ അവനെ കൂട്ടി വരാം. വേഗം വാട്ടോ. നീ എന്തിനാ അത്ര ഞെട്ടി നിൽക്കുന്നേ? ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞതാ. ഇങ്ങനെയാണോ തമാശ പറയുന്നത്? എന്നാ ഞാൻ കാര്യമായിട്ട് പറയാം. വിൽ യു മാരി മീ? റയാൻ, നിർത്തിക്കുന്നുണ്ട് തമാശ. അത് കൊള്ളാം. തമാശയ്ക്ക് പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും നിനക്ക് തമാശയാണ്. പിന്നെ ഞാൻ എങ്ങനെയാ പറയാ? എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. നിനക്ക് വേണമെങ്കിൽ വാ. ഇത് ഇവൻ്റെ വീടാണോ അതോ എൻ്റെ വീടാണോ? എന്തായിക്കോട്ടെ, ഇങ്ങനെ പോയാൽ ഇവനെ ഞാൻ എങ്ങനെ സെറ്റാക്കും? എൻ്റെ കർത്താവേ, ഒരു വഴി പറഞ്ഞു തരൂ എനിക്ക്. സർ, ഇതാ ഫയൽ. അലക്സി, 11 മണിക്ക് മീറ്റിംഗ് ഇല്ലേ? സർ ഓക്കെ ആണെങ്കിൽ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അലക്സി, ഐ എം സോറി. സർ എന്തിനാ എന്നോട് സോറി പറയുന്നത്? അല്ലെങ്കിലും സർ ഇന്നലെ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു എംപ്ലോയി ആയ സ്ഥിതിക്ക്
അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നല്ലൊരു കാര്യമല്ലല്ലോ. അലക്സി വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ പുറത്തുണ്ടാവും. അലക്സി, ഐം സോറി. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. ഐം റിയലി സോറി. റയാൻ, അലക്സി, നീ ഇപ്പോൾ എവിടെയാണോ? ഞാൻ പുറത്തുണ്ടാവും. എന്താടാ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ് ഒന്നുമില്ല. നിങ്ങളുടെ വഴക്ക് ഇതുവരെ തീർന്നില്ലേ? കോളേജിലും ഇപ്പോഴും ഒക്കെ വഴക്കാണോ? ഏയ് ഇത് ചുമ്മാ. അതൊക്കെ വിട്. നീ പറ, പെട്ടെന്ന് ഇങ്ങോട്ട്. ഒന്നുമില്ലെന്നേ, ചുമ്മാ ഒന്ന് നിന്നെ കാണാൻ വേണ്ടി വന്നതാ. അലക്സി, നീ ഇതുവരെ പോയില്ലേ? ഇല്ല അലക്സി, ഞാൻ സോറി പറഞ്ഞില്ലേ? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എത്ര വട്ടം വേണമെങ്കിൽ ഞാൻ സോറി ചോദിക്കാൻ തയ്യാറാണ്. ബട്ട് നീ എന്നോടൊന്ന് നല്ലപോലെ സംസാരിക്കുമോ? ഇനിയിപ്പം ഞാൻ നല്ലപോലെ സംസാരിച്ചിട്ട് എന്താ? സംസാരിക്കേണ്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആര് വന്നു? ദിയോ? അവള് ആർ യു ജലസ്? എനിക്കെന്തിനാ ജലസ്? നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതിന് എനിക്കെന്നാ കുഴപ്പം? കോളേജിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ഞങ്ങൾ കോളേജിൽ നിന്നും ഇഷ്ടത്തിലായിരുന്നു എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പിന്നല്ലേ, നിന്നോട് ഇത് ആരാ പറഞ്ഞേ? അതിപ്പോൾ ആരെയും പറയണമെന്നുണ്ടോ? കണ്ടാലറിഞ്ഞൂടെ? ആ, എന്നാൽ നിൻ്റെ കണ്ണിനെന്തോ കുഴപ്പമുണ്ട്. അത് നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാം. എന്നാൽ എൻ്റെ പൊന്നുമോൻ കേട്ടോ, നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ബന്ധവും ഞാനും അവളും തമ്മിലില്ല, ഇനിയിട്ടുണ്ടാവുകയില്ല. അവളെനിക്ക് നല്ല ഫ്രണ്ടാണ്, കോളേജിൽ നിന്നും ഇപ്പോഴും. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അന്നും ഇന്നും ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലവും. ദാറ്റ്സ് യു. അലക്സി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഐ റിയലി ലവ് യു. അപ്പോൾ കോളേജിൽ നിന്ന് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു? അത് തന്നെയല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നീ എന്താ അപ്പോൾ എന്നോട് ഇതേപ്പറ്റിയൊന്നും സംസാരിക്കാതെ തന്നെ? എന്നെ കണ്ടു കഴിഞ്ഞാൽ നിനക്കും എന്നെ തല്ലാനുള്ള ടെൻഡൻസി ആയിരുന്നല്ലോ. അപ്പോഴൊന്നും ഞാനിത് അറിഞ്ഞില്ലല്ലോ. നിനക്കെന്നോടൊന്ന് വന്ന് സംസാരിച്ചാൽ എന്തായിരുന്നു? എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നല്ലോ, അപ്പം നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ അറിഞ്ഞു നീ ഇത് പറയാനാണ് വരുന്നതെന്ന്. സാധാരണ നീ അടി ഉണ്ടാക്കാനല്ലേ എന്നെ തപ്പി നടക്കാറുള്ളത്. ഞാൻ വിചാരിച്ചു അടി ഉണ്ടാക്കാനാന്നു, അതുകൊണ്ടാണ് ഞാൻ പോയത്. അതെങ്ങനെ? 3 വർഷമില്ലാത്ത ദേഷ്യമായിരുന്നു നിനക്ക് ലാസ്റ്റ് സമയത്ത്. എന്നെ ഒന്ന് കാണുന്നതിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. അത് പിന്നെ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്ന സമയത്ത് നീ അവളായിട്ട് കൊഞ്ചു കൊഴിഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ. അത് കാണുമ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കും? വാട്ട്? നീ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നു? എപ്പോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ഇപ്പം നിന്റെ മനസ്സിലെന്താ? യു സ്റ്റിൽ ലവ് മീ റൈറ്റ്? ഞാൻ വീട്ടിൽ പോവാ. ലക്സി, നീ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. എന്തു പറയാൻ? റേൻ, വിട്, എനിക്ക് പോകണം. നീ എനിക്കുള്ള ഉത്തരം തരാതെ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല. റേ, നിനക്കറിയാലോ, പിന്നെ എന്നാ? അത് നീ തന്നെ എന്നോട് പറയണം. ഐ വാണ്ട് ടു ഹിയർ ദാറ്റ്. റേ, ഐ ലവ് യു ടു.
റേ, നീ ഒന്ന് മാറിക്കേ. ഞാൻ ആൻസർ പറഞ്ഞില്ലേ?